ദൈവനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. ഈ വർഷത്തെ സേവ്യ സംഘ ദിനവാരത്തിനോടനുബന്ധിച്ച് ബൈബിളിലെ സ്ത്രീ കഥാപാത്രങ്ങളെ ആസ്പദമാക്കി നടത്തുന്ന ഓൺലൈൻ ഷോർട്ട് മെസ്സേജിൽ ഇന്ന് ഞാൻ സംസാരിക്കുന്നത് കൂനിയായ സ്ത്രീ എന്ന കഥാപാത്രത്തെ ആസ്പദമാക്കിയാണ്. ബൈബിളിലെ കൂനിയായ സ്ത്രീ എന്ന കഥാപാത്രം ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ മാത്രമാണ് പരാമർശിച്ചിട്ടുള്ളത്. നമുക്കൊരു വേദഭാഗം ശ്രദ്ധിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 13 അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ഒരു ശബ്ദ ദിവസം യേശുക്രിസ്തു ഒരു പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ 18 വർഷമായി ദുഷ്ടാത്മാ ബാധയുള്ള ഒരു സ്ത്രീ വന്നിരുന്നു. അവൾ ബാധ മൂലം വളഞ്ഞ് വളരെയധികം കൂനിയിരുന്നു. യേശു ആ സ്ത്രീയെ കണ്ട് അവളെ അരികിൽ വരുവാൻ വിളിച്ചു. നീ ഈ ബാധയിൽ നിന്ന് മോചിതയായിരിക്കുന്നു എന്ന് യേശുക്രിസ്തു പറഞ്ഞു. അവളുടെ മേൽ കൈകൾ വെച്ച് അവളെ സൗഖ്യമാക്കി. അവൾ വളരെയധികം സന്തോഷവതിയായി ദൈവത്തെ മഹത്വപ്പെടുത്തി. ഈ അത്ഭുതം ശബത്ത് നാളിൽ നടന്നതിനാൽ പള്ളിപ്രമാണികൾ വളരെയധികം ശോഭിച്ചു. ജനങ്ങളോട്, ഈ 6 ദിവസം ജോലി ചെയ്യാനുള്ള അവസരമുണ്ടല്ലോ, ഈ ദിവസങ്ങളിൽ വന്ന് നിങ്ങൾ സൗഖ്യം പ്രാപിക്കുക എന്ന് പറഞ്ഞു. യേശു ഇത് കേട്ട് അവനോടും മറ്റുള്ളവരോടുമായി ഉത്തരം നൽകി. വഞ്ചക, ശബത്ത് ദിവസങ്ങളിൽ നിങ്ങളുടെ കാളകളെയോ കഴുതക്കുട്ടികളെയോ നിങ്ങളുടെ തൊഴുത്തിൽ നിന്ന് അഴിച്ച് അവൾക്ക് വെള്ളം കൊടുക്കാറില്ലേ എന്ന് ചോദിച്ചു. 18 വർഷമായി സാത്താനാൽ കെട്ടപ്പെട്ടിരുന്ന ഈ അബ്രഹാമിൻ്റെ മകളെ അവളുടെ ബാധകളിൽ നിന്ന് വിടുവിക്കുന്നത് വിഹിതമല്ലേ എന്ന് ചോദിച്ചു. യേശുക്രിസ്തുവിനെ എതിർത്തവർ ഈ വാക്കുകൾ കേട്ട് സന്തോഷിച്ചു. ഒന്നാമതായി, ഈ കഥ യേശുക്രിസ്തുവിൻ്റെ ദിവ്യമായ അധികാരത്തെയും ശാരീരികവും ആത്മീകവുമായ ബാധകളിൽ നിന്ന് മനുഷ്യനെ സ്വതന്ത്രനാക്കാനുള്ള കഴിവിനെയും എടുത്തു കാണിക്കുന്നു. യേശു ശബത്ത് നിയമങ്ങളെ ചോദ്യം ചെയ്തു. ശബത്ത് എന്നത് നിയമങ്ങളെ അടിച്ചേൽപ്പിക്കുന്ന ഒരു ദിവസമല്ല, മറിച്ച് മനുഷ്യരുടെ ക്ഷേമത്തിനും മോചനത്തിനുമായി ദൈവം നൽകിയ ഒരു ദിവസമാണെന്ന് പഠിപ്പിച്ചു. നല്ലത് ചെയ്യുന്നതിന് ശബത്ത് ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസമാണെന്ന് മനസ്സിലാക്കി കൊടുത്തു. യേശു അവളെ അബ്രഹാമിൻ്റെ മകൾ എന്ന് വിശേഷിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് അവൾ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളുടെയും കരുണയുടെയും അവകാശിയാണെന്ന് ഊന്നി പറയുന്നു. അവളുടെ രോഗം ദൈവസമൂഹങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുത്തിയിരുന്നില്ല. ശാരീരികമായ വളവ് ആത്മീകമായി ദൈവത്തിൽ നിന്ന് വളഞ്ഞു മാറി ജീവിക്കുന്ന മനുഷ്യരുടെ ഒരു അവസ്ഥയുടെ രൂപകമായി കണക്കാക്കാം. യേശുവിൻ്റെ കരുണയാണ് നമ്മെ നിവർത്ത് ദൈവത്തെ നോക്കി ജീവിക്കുവാൻ സഹായിക്കുന്നത്. ഈ കൂനിയായ സ്ത്രീയുടെ കഥ ഒരു ശക്തമായ അത്ഭുതമായി മാത്രമല്ല, യേശുവിൻ്റെ കരുണ, ശബത്തിനെ കുറിച്ചുള്ള അവൻ്റെ വിപ്ലവകരമായ ധാരണ, ദൈവം തൻ്റെ ജഡത്തിന് നൽകുന്ന മോചനം എന്നതിനെക്കുറിച്ചുള്ള ഒരു ആഴമുള്ള ഉപദേശമായും ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആമേൻ. ഈ ഒരു അവസരം തന്ന ജിജി ജോൺ അച്ഛനോട് ഹൃദയംഗമായ നന്ദിയെ അറിയിക്കുന്നു.